അല്ല, ഇപ്പോൾ പക്ഷെ നമ്മളിപ്പോൾ വ്യക്തിപരമായി നോക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾ എന്നൊക്കെയുള്ളത് അങ്ങേക്ക് ധാരാളം കിട്ടി. ഇപ്പോൾ DYFIയുടെ ആദ്യത്തെ അഖിലേന്ത്യാ അധ്യക്ഷൻ എന്നൊക്കെയുള്ള പ്രൊഫൈലിൽ നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ പാർട്ടിയിൽ കുറച്ചുകൂടി ജൂനിയർ ആയിട്ടുള്ള ആളുകൾക്ക് കുറെ കൂടി വലിയ സ്ഥാനങ്ങൾ കിട്ടി. എനിക്ക് ആദ്യം കിട്ടേണ്ടിയിരുന്ന പല കാര്യങ്ങളും കിട്ടിയില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾക്കൊന്നും അങ്ങനെ തോന്നില്ല. അത് ഞങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ആ ചോദ്യം. പക്ഷെ പോളിറ്റ് ബ്യൂറോ അംഗത്വത്തിന് ശ്രീ EP ജയരാജൻ അർഹതയില്ലേ? സ്വാഭാവികമായി എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ഈ പാർട്ടിയിലെ എല്ലാവർക്കും പോളിറ്റ് ബ്യൂറോ മെമ്പറാകാൻ പറ്റുമോ? അല്ല, അതില്ല. കേന്ദ്ര കമ്മിറ്റി മെമ്പറാകാൻ പറ്റുമോ? സീനിയോറിറ്റിയും പ്രവർത്തന പരിചയവും പാരമ്പര്യവും വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ആവാൻ സാധിക്കില്ല. അത് പരിശോധിച്ച് അതാത് കാലഘട്ടത്തിലെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും സാധ്യതകളും എല്ലാം വിലയിരുത്തിക്കൊണ്ടൊരു നിശ്ചിത നിലപാട് സ്വീകരിക്കും. ഇപ്പോൾ പ്രവർത്തകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാധാരണ ജനത്തെ സംബന്ധിച്ച് ഇപ്പോൾ EP ജയരാജൻ അവർ എത്രയോ പതിറ്റാണ്ടുകളായി കാണുന്നു. അപ്പോൾ അവർക്ക് EP ജയരാജൻ പോളിറ്റ് ബ്യൂറോയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം, സംസ്ഥാന സെക്രട്ടറി ആവുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെ ആളുകൾക്ക് സ്വാഭാവികമായും തോന്നലുകൾ ഉണ്ടാകാമല്ലോ. പക്ഷെ പാർട്ടി അതിനനുകൂലമായി ചിലപ്പോൾ തീരുമാനമെടുത്തില്ല എന്ന് വരാം. അത് വ്യക്തിപരമായി വേദനിപ്പിക്കാറുണ്ടോ? ഞാനൊക്കെ പറയും, വ്യക്തിപരമായിട്ട് വേദനിക്കുന്ന പ്രശ്നമൊന്നുമില്ല. എന്നെ വ്യക്തിഹത്യ നടത്താൻ പാർട്ടി ശത്രുക്കൾ, പാർട്ടിയെ തകർക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചിട്ടുള്ള ശക്തികൾ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസം പ്രഖ്യാപിച്ചതും ഈ ആത്മകഥാ പുസ്തകത്തിൻ്റെതെന്ന് പറഞ്ഞ് വാർത്തകൾ ചാനലിന് കൊടുത്തതും ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചതുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അത് കണ്ടെത്തി അത്തരത്തിൽ തെറ്റായ നിലപാട് സ്വീകരിച്ചവരെ ബഹുജന സമക്ഷം കൊണ്ടുവരലാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം.